സ്വാഗതം ശ്രീ കെ വി രാജശേഖരൻ. ഈ കോൺഗ്രസ്സുകാർ പിന്നെയും നമ്മുടെ രാജ്യത്തിന് കളങ്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. ചൈന നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത് എന്നാണ്. ആ മനോഭാവമാണ് മാറേണ്ടത് എന്നുള്ളതാണ് അടിവരയിടേണ്ടത്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ നടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ജൽപ്പനം. എന്താണ് തോന്നുന്നത്? കോൺഗ്രസിൻ്റെ അത് പറഞ്ഞത് ഏറ്റവും അടുത്ത് പറഞ്ഞത് ആരാണെന്ന് അറിയാമല്ലോ, സാം പിത്രോദ. അതെ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സത്യനാരായൺ ഗംഗാറാം പിത്രോദ എന്നാണ്. അതുപോലെ വേറൊരു വ്യക്തിയുണ്ട്, രാഹുൽ വിൻസി. ഒറിജിനൽ പേര് രാഹുൽ വിൻസി എന്നാണ്. അയാളും പേര് മാറ്റി രാഹുൽ എന്നാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. ഈ സത്യനാരായണൻ ഗംഗാറാം പിത്രോദയും സാം പിത്രോദയായിട്ട് മാറി, രാഹുൽ വിൻസി രാഹുലൊക്കെ ആയിട്ട് മാറിക്കഴിയുമ്പം സ്വന്തം പേരിനോട് പോലും പ്രതിബദ്ധതയില്ലാത്ത വ്യക്തികൾക്ക് സ്വന്തം രാജ്യത്തോട് എന്ത് പ്രതിബദ്ധതയുണ്ടാവുള്ളത്? ഭാരതത്തിലെ ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും, പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരോ ചൈനാചാരന്മാരോ ഒന്നും അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്ന ശരാശരി ഉത്തരം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നാണ് പറയുക? ചൈനയും പാകിസ്ഥാനും. ആ വസ്തുത നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ വിഷയം ചിന്തിക്കുകയാണെങ്കിൽ ചൈന ഭാരതത്തിൻ്റെ എതിർപക്ഷത്താണ്. ചൈനയുടെ കടന്നാക്രമണം ഏത് നേരത്തും പ്രതീക്ഷിക്കണം എന്ന് ആദ്യം പറഞ്ഞൊരു വലിയ മനുഷ്യനുണ്ട്. ഈ സാം പിത്രോദയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, എങ്കിലും ഞാൻ സൂചിപ്പിക്കുക. ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ അങ്ങ് പോലും അതിശയപ്പെടും, മഹർഷി അരവിന്ദോയാണ്. അദ്ദേഹം ആധ്യാത്മിക ദർശനത്തിൽ നിന്ന് പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞതല്ല. 1950 വിപ്ലവം കഴിഞ്ഞ് ചൈനയിൽ പുതിയ മാവോയുടെ ഭരണകൂടം വന്നു കഴിഞ്ഞ ഉടനെ കൊറിയൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു, ചാടിക്കയറി ഏർപ്പെട്ടു. അതിനുശേഷം ടിബറ്റ് ആക്രമിക്കാൻ തയ്യാറാവുന്നു. അത് കണ്ടുകൊണ്ട് അന്ന് മഹർഷി അരവിന്ദൻ പറഞ്ഞതാണ്, ടിബറ്റും കൂടെ കടന്നു കഴിഞ്ഞാൽ ഭാരതമായിരിക്കും സാമ്രാജ്യത്വ വികസന ലക്ഷ്യമുള്ള ചൈന ലോകത്തിലേക്കുള്ള അതിൻ്റെ വാതിലായി, ഗേറ്റായി കണക്കാക്കാൻ പോകുന്നതാണെന്ന് അരവിന്ദോ പറഞ്ഞത്. അങ്ങനെ ആലോചിച്ച് നോക്കി. അതിനുശേഷം അദ്ദേഹം അധികം കാലം ജീവിച്ചിരുന്നില്ല. ആ പോകുന്ന പോക്കിൽ ഭാരതത്തിന് വലിയൊരു സന്ദേശമാണ് ശ്രീ അരവിന്ദോ ചെയ്തത്. തന്നെ ഡോക്ടർ അംബേദ്കറും പറഞ്ഞു, പഞ്ചശീലത്തിൻ്റെ പേരിലൊന്നും വിശ്വസിക്കരുത്. അദ്ദേഹം, എനിക്ക് തോന്നുന്ന ലക്നൌവിലാണെന്ന് തോന്നുന്നു, യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് പറഞ്ഞു, ജവഹർലാൽ നെഹ്റുവിന് വിദേശ ബന്ധത്തിൻ്റെ ഈ നയതന്ത്രത്തിൻ്റെ ABC പോലും അറിയില്ല. ചൈനയോട് കൂട്ടുകൂടുന്നത് അപകടമാണ്. ചൈനയെ വിശ്വസിക്കരുത്. പഞ്ചശീലം കാപട്യമാണെന്ന് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ പറഞ്ഞു. വീര സവർക്കറും അതുപോലെ തന്നെ. അതായത് ടിബറ്റിൻ്റെ ആക്രമണത്തിന് മുമ്പ് തന്നെ സവർക്കർ പറഞ്ഞു, ഇന്ത്യക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമല്ല, പാകിസ്ഥാൻ മാത്രമല്ല ശത്രു, കിഴക്കും ശത്രു ഉണ്ടെന്ന് പറഞ്ഞു, വടക്കിഴക്ക് ഭാഗം ശത്രു ഉണ്ടെന്ന് പറഞ്ഞു. ചൈനയെക്കുറിച്ച് സൂചിപ്പിച്ചു. ശ്രീ ഗുരുജി ഗോൾവർക്കർ പറഞ്ഞു, ചൈനയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വേണ്ട, എല്ലാത്തിനും ഏറ്റവും പ്രധാനമായിട്ട് സകല റെക്കോർഡുകളും കയ്യിലിരിക്കുന്ന ഭാരതത്തിൻ്റെ ഹോം മിനിസ്റ്ററായിട്ടിരുന്ന, ആഭ്യന്തരമന്ത്രിയായിട്ട് സർദാർ പട്ടേൽ പറഞ്ഞു സൂക്ഷിക്കണം. അതിനുശേഷം വന്നു സൂക്ഷിക്കണമെന്നല്ല, അദ്ദേഹത്തിന് കൃത്യമായ ഗവൺമെൻറ് റെക്കോർഡിൽ കൊടുത്തിട്ടുള്ള ക്യാബിനറ്റ് നോട്ടുണ്ട്, നെഹ്റുവായിട്ട് ഷെയർ ചെയ്ത നോട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത് ശത്രുവാണെന്ന്. ജവഹർലാൽ നെഹ്റുവിന് ആദ്യം തെറ്റിദ്ധാരണയുണ്ടായി. എൻ്റെ വിദേശബന്ധവും ഇന്ത്യ ചീനിച്ച് ഭായ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അവസാനം ചൈനയെ ആക്രമിച്ചപ്പം അദ്ദേഹം വട്ടവും നീളവും ഓടുകയായിരുന്നു. അമേരിക്കയുടെ അടുത്ത് തന്നെ അവർ പരിഹസിച്ചു, സഹായത്തിന് വേണ്ടി പോയി. അവസാനം രാജ്യത്തിൻ്റെ നിർണായകമായ സ്ഥലം നഷ്ടപ്പെട്ട് ചൈനയ്ക്ക് മുമ്പിൽ നെഹ്റുവിന് കീഴടങ്ങി വേണ്ടി വന്നെന്ന് പറയുന്നത് എനിക്കിവിടെ നടക്കണം. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ നിർത്തുകയായിരുന്നു യുദ്ധം. അന്ന് പക്ഷേ ഇന്ത്യയുടെ വേണ്ടെന്നും ചൈനയുടെ വേണ്ടെന്നും പറഞ്ഞൊക്കെ പറഞ്ഞ്
ആരുടേതാണ് ഈ മണ്ണെന്ന് ഒരുറപ്പുമില്ലാത്ത ശങ്കരൻ നമ്പൂതിരിപ്പാടുമാരുണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നവരുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പിന്മുറക്കാരായിട്ട് കോൺഗ്രസ്സുകാർ രാഹുൽ വിൻസിയും ഈ രാഹുലും ഈ സാം പിത്രോദയൊക്കെ മാറുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അമർഷമല്ല, വെറുപ്പാണ് തോന്നുന്നത്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പിത്രോദയ്ക്ക് കാരണമുണ്ടാവും. കാരണം രാഹുലും ആ ചൈനീസ് വൈസ് പ്രീമിയറും കൂടെ ചേർന്നുണ്ടാക്കിയ കരാറുണ്ടല്ലോ, ആ കരാർ വഴി രാഹുലിൻ്റെ കോൺഗ്രസിനും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും കിട്ടിയ പണത്തിൻ്റെ ഒഴുക്കിൻ്റെ അനുഭവം, അതിൻ്റെ ഭാഗം സാം പിട്രോഡയും പങ്കുപറ്റിയിട്ടുണ്ടാവും. രാജീവിൻ്റെ സുഹൃത്തായിരുന്നല്ലോ, രാഹുൽ കുടുംബത്തിൻ്റെ സ്വന്തമാണല്ലോ, സാം പിട്രോഡയും പങ്കുവച്ചിട്ടുണ്ടായിരിക്കും. പോരാ, അമേരിക്കയിൽ ഇപ്പോൾ കഴിയുന്നു. അമേരിക്കയിലെ ഭാരത വിരുദ്ധ അച്ചുതണ്ടിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് അവിടെ ഡീപ് സ്റ്റേറ്റ്, അതിനെ പിന്തുണയ്ക്കുന്ന ജോർജ് സൊറോസിനെ പോലുള്ളവർ, അമേരിക്കയെ തട്ടകമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ, കമ്മ്യൂണിസ്റ്റ് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവർ. ഈ 3 കൂട്ടരും അവിടെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചൈനയുടെയും അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും പക്ഷത്ത് നിൽക്കുന്നവർ ഭാരതത്തിൽ രാഹുലിൻ്റെ കോൺഗ്രസിനെയും ഡി രാജയുടെയും നമ്മുടെ പിണറായി വിജയൻ്റെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒവൈസിയുടെ ഇസ്ലാമിക തീവ്രവാദിയും കുഞ്ഞാലിക്കുട്ടിയുടെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒക്കെ അവർ യോജിക്കുന്നതിൻ്റെ കാരണം അവിടെയാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ ഇവിടെ തന്നെ പറഞ്ഞു, 2004 വാജ്പേയി സർക്കാർ വന്നപ്പം ദേശീയതയുടെ രാഷ്ട്രീയപക്ഷം അധികാരത്തിലെത്തിയപ്പം ഇനി ഒറ്റയ്ക്ക് നിന്നാൽ പിടിച്ചാൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കപ്പെടുത്താണ് ഇവർ 3 കൂടെ ഒന്നിച്ചത്. ആ ഒന്നിച്ചതിൻ്റെ ഭാഗമായ ആ കൂട്ടുകെട്ടാണ് ഭാരതത്തിലെ അവരെ പിന്തുണയ്ക്കുന്ന സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും ഒക്കെ അധികാരത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തത്. അത് വേറെ കാര്യം. അടിസ്ഥാനപരമായ പ്രശ്നം അവിടെയല്ല. ഈ അടുത്ത കാലത്ത് സാം പിട്രോഡ ഇപ്പം പറഞ്ഞത്, ഈ സാം പിട്രോഡയെ കുറിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ തെക്കുള്ളവരെല്ലാം നീഗ്രകളാണ് എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢിത്തരം, വടക്കുള്ളവരൊക്കെ ചൈനക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിൻ്റെ ജനസമൂഹത്തെ അധിക്ഷേപിച്ച, എല്ലാ അർത്ഥത്തിലും ഭാരത വിരുദ്ധനായ ഒരു വ്യക്തിയാണ് ഈ സാം പിട്രോഡ. അയാളിത് പറഞ്ഞപ്പം വേറൊരു കാര്യം രാഹുലും ചെയ്തിരിക്കുന്നു. ഇന്നലെ രാഹുല് ഒരു ഡ്രോൺ എടുത്തിട്ട് ചൈനയുടെ പോലെ ഡ്രോൺ ആ ടെക്നോളജിയിൽ ഡ്രോൺ നിർമ്മാണത്തിലൊന്നും ഇന്ത്യ മുന്നോട്ട് പോയിട്ടില്ല, ഇതേ കണ്ടില്ലേ പറഞ്ഞിട്ട് ചൈനയുടെ ഡ്രോൺ എടുത്ത് അതിങ്ങനെ പ്രദർശിപ്പിക്കുക. അവിടെ ഒരു കാര്യം ഓർക്കണം, 2022 ഡ്രോൺ ടെക്നോളജി ഭാരതം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ രാഹുലിനെ അറിയാനും അളക്കാനും പറ്റുന്നതിനപ്പുറം ഭാരതം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്. പ്രതിരോധത്തിൻ്റെ ആവശ്യമുണ്ട്. പ്രതിരോധം തൊട്ട് കാർഷിക രംഗത്ത് വരെ ഡ്രോൺ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് സ്ത്രീകൾക്ക് പോലും വനിതകൾക്ക് പോലും ഡ്രോൺ ടെക്നോളജി പഠിപ്പിക്കാനും കാർഷിക രംഗം ഉപയോഗിക്കാനും ഒക്കെയുള്ള കാര്യത്തിലേക്ക് ഭാരതം നീങ്ങുന്നുണ്ട്. നമുക്ക് ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ രാഹുൽ പറയുന്നത് ചൈനയുടെ ഡ്രോൺ ആകില്ല, കേമോ ഡ്രോൺ എന്നാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, 2022 ഈ ചൈനീസ് ഡ്രോൺ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിരോധിച്ചിരിക്കുക. രാഹുലിൻ്റെ കയ്യിലത് നിരോധിച്ച സാധനം എങ്ങനെയാണ് എത്തിയത്? സ്മഗിൾ ചെയ്ത് കിട്ടിയതാണോ? മണിപ്പൂരിൽ വിതരണം ചെയ്തതിൻ്റെ ബാക്കി കിട്ടിയതാണോ? ഭാരതം ചോദിക്കണം. കാരണം നമുക്കറിയാം മണിപ്പൂരിലെ പ്രശ്നം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരുമാണ്. അപ്പോൾ ആ ഡ്രോൺ കിട്ടിയത് അവിടെ നിന്നാണോ എന്ന് രാഹുൽ ഉത്തരം പറയണം. കഴിഞ്ഞില്ല. 2021 ഡ്രോൺ കയ്യിലുള്ള ആൾ 22 നിരോധിച്ചു. 21 കയ്യിലുള്ള ആളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടാകണമായിരുന്നു, അതിനുള്ള നോൺ ക്ലിയറൻസ് വേണമായിരുന്നു. അത് രാഹുലിനുണ്ടോ? ഇത് ഉപയോഗിക്കാൻ വേണ്ടി ലൈസൻസ് വേണം, അതുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് രാഹുൽ താമസിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും സെൻസിറ്റീവായൊരു സ്ഥലത്താണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന ഭവനത്തിനുള്ളിൽ ഇങ്ങനെ ചൈനയുടെ ഡ്രോൺ ഉപയോഗിച്ച് കാണിക്കാൻ വേണ്ടി മന്ത്രാലയത്തിൻ്റെ അനുവാദം ഇദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടോ? എന്താണ് ഇവരുടെയൊക്കെ തുടക്കം? എന്താ അവർ ധരിച്ചു വച്ചിരിക്കുന്നത്? അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും
ഒക്കെ രാഷ്ട്രീയ പിന്തുണയുണ്ട്. ഒരാളെ അറിയാമല്ലോ, മണിശങ്കർ അയ്യർ 1962 യുദ്ധത്തിൽ കേംബ്രിഡ്ജിൽ പഠിക്കുക വന്ന മണിശങ്കർ അയ്യർ പണപ്പിരിവ് നടത്തി. യുദ്ധസഹായത്തിന് വേണ്ടി കൊടുത്ത ആർക്കെന്നറിയോ? ചൈനയ്ക്ക്. ഇന്ത്യയെ ആക്രമിച്ച ചൈനയ്ക്ക് പണം പിരിച്ചു കൊടുത്ത മണിശങ്കർ അയ്യരുടെയും ഇന്നും അവിടെ ഇരുന്ന് ഭാരതത്തിൻ്റെ ശത്രുവല്ല ചൈന എന്ന് പറയുന്ന സാം പിത്രോദയുടെയും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ പേരിലാണെങ്കിലും മറ്റു പല പേരുകളിലാണെങ്കിലും ചൈനയുടെ പണം സ്വീകരിച്ചിട്ട് ഡോക്ലാൻ ഇന്ത്യയിൽ ചൈന കടന്നാക്രമണം ശ്രമിക്കുമ്പം ചൈനയുടെ അംബാസഡറുമായിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോയ രാഹുൽ ഗാന്ധി ചൈനീസ് ചാരന്മാരെ വരെ കൊണ്ടുവന്ന് പാർപ്പിക്കും ചിലപ്പോൾ. ഒരു കാര്യം കൂടെ ഓർക്കുക, അത് മറക്കണ്ട. അന്ന് പോയപ്പോൾ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹത്തെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനാ പോയത്? അങ്ങനെ സഹോദരിയും ഭർത്താവും ഇദ്ദേഹവും കൂടെ ഡിന്നറിന് പോയതെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ് പോയില്ലെന്ന്, ചൈനക്കാർ പറഞ്ഞ് വന്നെന്ന്. അങ്ങനെ ആ വിവരം പുറത്തു വരുന്നത്. അവിടെ ആ പോയ കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, മലയാളി തന്നെയാണ്. മൻമോഹൻ സിംഗിൻ്റെയും സോണിയയുടെയും ഭരണകാലത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം ആഴത്തിലാണ് ഭാരത വിരുദ്ധ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം, അതുകൂടെ ഒന്ന് ഓർക്കുക. കോവിഡ് വന്നു ഇവിടെ. കോവിഡ് ദുരന്തം, ആ രോഗത്തിൻ്റെ പ്രചാരണം ഉണ്ടാകുന്നത് ചൈനയിൽ നവംബറിലാണെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് സെപ്റ്റംബറിലാണ് ഉണ്ടായെന്നാണ് പിന്നെ ലോക സംഘടനകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് 2 മാസം, അതിനുശേഷം നവംബറിലും ഡിസംബറിലും അന്ന് ജാർഖണ്ഡിലെ ഇലക്ഷൻ ഉണ്ടായിട്ട് പോലും ഇവിടെ നിൽക്കാതെ രാഹുൽ ഗാന്ധി ഇവിടുന്ന് മുങ്ങി സൗത്ത് കൊറിയയിലോട്ട് പോയെന്ന് പറയുന്നത്. അപ്പോൾ ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിനെതിരെ ശക്തമായൊരു നീക്കത്തിന് തുടങ്ങിയ കാലത്ത് അന്ന് ചൈനയുടെ അഭിപ്രായം കേൾക്കാൻ പോയ ആളാണ് രാഹുൽ. അങ്ങനെയാണ് രാഹുൽ പറഞ്ഞത്. അത് കേട്ടിട്ടാണ് രാഹുൽ പാർലമെൻറ്റിൽ പറഞ്ഞത് 6 മാസത്തിനകം ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടാകാൻ പോകുന്നു. കോവിഡ് തൊഴിലില്ലായ്മ ഉണ്ടാകുമെന്ന് അന്നൊന്നും ആരും കരുതിയിരുന്നില്ല. അത് പറഞ്ഞു. ആ കോവിഡിൻ്റെ സമയത്ത് ഓരോരോ സന്ദർഭങ്ങളിലും ചൈനയും ഈ രാഹുലും സോണിയയും ഒക്കെ കരുതിയതിനപ്പുറമായിട്ട് ഒറ്റ പ്രഖ്യാപനം കൊണ്ട് ഭാരതത്തിൽ ഇരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്നോണം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ഇവരുടെയൊക്കെ യാത്രാ സൗകര്യം നിരോധിച്ചിടത്താണ് കോവിഡിനെ അതിജീവിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞത്. അത് ഈ ചർച്ചയ്ക്ക് വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും ഞാൻ പറയുന്നത്, അങ്ങനെ കോവിഡിനെ ഉപയോഗിച്ചാണെങ്കിലും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും അവിടെ USAID നിന്ന് കിട്ടുന്ന ജോർജ് സൊറോസിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളുടെ ബലത്തിലാണെങ്കിലും ഭാരതത്തെ തകർക്കാൻ നോക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സത്യനാരായൺ, ഗംഗാറാം പിത്രോദ, രാഹുൽ വിൻസിയും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മതി. ഭാരതം കടന്നു പോകുന്നത് വളരെ കൃത്യമായും വ്യക്തമായും ലക്ഷ്യത്തോടുകൂടി രാജ്യസുരക്ഷയെയും രാജ്യത്തിൻ്റെ ഭാവിയെയും കാണാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയുടെ കയ്യിലൂടെയാണ്. അതുകൊണ്ട് ഇവരുടെ ചിന്തകളൊക്കെ വ്യർത്ഥമാകും എന്നൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.